അപ്രതീക്ഷിതമായി ഉച്ചയ്ക്കൊരു അതിഥി വീട്ടിൽ വന്നാൽ ഇനിയിപ്പോൾ എന്ത് കൊടുക്കുമെന്നോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കും. എനിക്കും ഉണ്ടായി ഇന്നലെ ഇതുപോലൊരനുഭവം. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ചോറ് വെക്കണ്ടെന്ന് കരുതി. പെട്ടെന്നാണ് ഒരു സുഹൃത്ത് വീട്ടിലേക്ക് വന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അരമണിക്കൂറിനുള്ളിൽ ചോറും കറിയും റെഡിയാക്കി. ഇതുപോലുള്ള അവസരങ്ങളിലേക്കുള്ള കുറച്ച് ടിപ്സും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു ബീന സീക്രട്ട് ഫ്ലേവേഴ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുതിയ കാലത്തെ പാചകത്തിൽ ഏറ്റവും പ്രധാനം പ്രീ പ്ലാനിംഗ് ആണ്. നമുക്ക് ഓരോന്നിനെക്കുറിച്ചും വഴിയെ സംസാരിക്കാം. ആദ്യം തന്നെ സുഹൃത്തിനെ ഒന്ന് സെറ്റാക്കാനായി പാഷൻ ഫ്രൂട്ട് മൊയ്ത്തോ 2 മിനിറ്റിൽ റെഡിയാക്കി കൊടുത്തു. ഫ്രണ്ടും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ ഉടനെ സ്വിഗ്ഗിയിൽ കുറച്ച് വെജിറ്റബിൾസ് ഓർഡർ ചെയ്തു. 10 മിനിറ്റിൽ സാധനം വന്നു. അപ്പോൾ ചോറ് വയ്ക്കാൻ തുടങ്ങാം. ഞാനിവിടെ കാലിമൂച്ച് എന്ന് പറയുന്ന ഒരു പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഛത്തീസ്ഗഡിലെ ഏറ്റവും പ്രശസ്തമായ നല്ല മണമുള്ള ടേസ്റ്റി ആയിട്ടുള്ള അരിയാണിത്. ഞാൻ ദുർഗിലെ പപ്പായുടെ അടുത്ത് പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഞാനൊരു 1.5 കപ്പ് അരി കഴുകി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലിട്ട് കൊടുക്കാം. കുക്കറിലിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം 3 കപ്പ് വെള്ളവും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേരുമ്പോൾ നല്ലൊരു മണമാണ്. പിന്നെ എൻ്റെ മോനും അങ്ങനെ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ അങ്ങനെ നെയ്യ് ചേർത്ത് വെക്കുന്ന പച്ചരിച്ചോറ് വലിയ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് നമ്മുടെ മറ്റു ജോലികളും നോക്കാം. അപ്പോഴേക്കും ഫ്രിഡ്ജിൽ മസാല പുരട്ടി വെച്ചിരുന്ന കുറച്ച് നെത്തോലി എടുത്ത് എയർ ഫ്രയറിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഥോ ചെയ്യാൻ 5 മിനിറ്റ് വെച്ചു. ഫ്രീസായിരിക്കുകയല്ലായിരുന്നോ? ഈ എയർ ഫ്രയർ എൻ്റെ സുഹൃത്തുക്കൾ പാലുകാച്ചിന് ഗിഫ്റ്റായി തന്നതാണ്. അതുകൊണ്ടിപ്പോൾ എനിക്ക് ജോലി വളരെ ഈസി ആയിട്ടുണ്ട്. ഇപ്പോൾ ഥോ ചെയ്യാൻ വെച്ച നെത്തോലി ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത് തണുപ്പ് കുറച്ച് മാറിയിട്ടുണ്ട്. ഞാനൊരു ഫോർക്ക് കൊണ്ട് ചെറുതായി കുത്തി അതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രേ ചെയ്തോ ഒഴിച്ചോ കൊടുക്കാം. എയർ ഫ്രയറിൽ വെക്കുമ്പോൾ നമുക്ക് എണ്ണ വളരെ കുറച്ച് മതി. അല്ലാതെ പൊരിക്കുന്നതിൻ്റെ 4-1 എണ്ണ പോലും വേണ്ട. വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് റെഡിയാകുമ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത് വന്ന കുറച്ച് വെണ്ടയ്ക്ക ഞാൻ കഴുകി എടുത്തിട്ടുള്ളത് അരിയാനായിട്ട് അമ്മയെ ഏൽപ്പിച്ചു. അപ്പോഴേക്ക് ഫിഷ് ഒരു വശം മൊരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് ഈവൻലി ഷേക്ക് ആക്കി കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി അതെടുത്ത് ഒന്ന് തിരിച്ചും മറിച്ച് വിട്ട് ഒരല്പം എണ്ണ കൂടിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വരും. ഞാൻ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒഴിവാക്കി ആരോഗ്യം നോക്കുന്നവർക്കുള്ള പുത്തൻ കാലത്തെ ട്രെൻഡാണ് എയർ ഫ്രയർ. നമ്മളിപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ പുതിയ കാലത്തെ കുക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് എപ്പോഴും കുറച്ച് പ്രീ പ്ലാനിങ് ഉള്ളത് നല്ലതാണ്. നമുക്ക് ചിക്കനോ മീനോ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ അത്യാവശ്യത്തിന് ഉപകാരപ്പെടും. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, സവാള ഇതൊക്കെ എപ്പോഴും കുറച്ച് അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല. വെണ്ടയ്ക്കയ്ക്ക് എപ്പോഴും ഉപ്പ് ഒരു പകുതി വേവായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. പിന്നെ തക്കാളിയും സവാളയും ഒക്കെ ചേർത്ത് വഴറ്റി ഒരു ഗ്രേവി ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രീമിക്സുകളൊക്കെ ധാരാളമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇതാ ഇവിടെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് വേകാനായിട്ട് ആകെപ്പാടെ ഒരു 5-6 മിനിറ്റ് എടുക്കുകയുള്ളൂ. ഇത് ആദ്യം മുതലേ നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ആവിയിൽ നിന്നുള്ള വെള്ളം വീണ് വെണ്ടയ്ക്ക അങ്ങ് കുഴഞ്ഞു പോകും. ഞാനിപ്പോൾ ഇതാ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒട്ടും തന്നെ പശപ്പില്ലാതെ നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ വെണ്ടയ്ക്ക. വേണമെങ്കിൽ നമുക്കൊരു 2 മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം എടുത്ത് വീണ്ടും നന്നായി ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി 5-6 മിനിറ്റ് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ കുക്കറിൽ 2 വിസിൽ വന്നിരുന്നു. ഞാനത് ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ചിരുന്നു.
ഇപ്പോൾ ഇതാ തുറന്നു നോക്കിയപ്പോൾ ചോറ് നല്ല പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ചോറാണ്. ഇനിയൊരു മുട്ട ചിക്കി പൊരിച്ചത് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വെണ്ടയ്ക്ക എടുത്ത് മാറ്റി അതേ കടായിൽ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ചിരുന്നാൽ മതി, ഇല്ലെങ്കിൽ ഇത് ഓംലെറ്റ് ആയി പോവും. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിച്ച് ഇത് മൊരിഞ്ഞ് ഒരു ഓംലെറ്റ് പോലെ ആകാതെ എല്ലാം കൂടി മിക്സ് ചെയ്ത് സ്പാറ്റില കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ മൊരിഞ്ഞു പോവില്ല. ഇനി നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒരു നുള്ളുപ്പ്. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. മുട്ടയ്ക്ക് ഉപ്പ് കൂടി പോകരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് സ്പാറ്റില കൊണ്ട് നന്നായിട്ട് അങ്ങ് ചാറവറാന്നങ്ങ് ഇളക്കിയാൽ മതി. ഒരു 2 മിനിറ്റ് നിങ്ങളുടെ മുട്ട തോരൻ റെഡിയാവും. ഇനി തോരൻ എന്ന് പറയുമ്പോൾ തേങ്ങ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 2 സ്പൂണ് പാലും ഒഴിച്ച് തേങ്ങയും ഇട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് ഇതിനെ എടുത്താൽ നല്ല ടേസ്റ്റുള്ള മുട്ട തോരൻ തന്നെയാവും. നമുക്ക് ഈ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുത്തി പൊട്ടിച്ച് ചെറുതാക്കി നല്ലപോലെ ഒരു 2 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും മുട്ട ചിക്കി പൊരിച്ചത് റെഡിയായി കഴിയും. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതിനെ ഒരു പാത്രത്തിലേക്ക് പകർന്ന് മാറ്റി വയ്ക്കാം. ഇനി ചോറിനൊരു ഒഴിച്ചു കറി വേണമല്ലോ. എനിക്ക് രാവിലെ ചപ്പാത്തിക്ക് വെച്ച ഒരു ദാൽ കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ ബസ്മതി ചോറിന് ഏറ്റവും പറ്റിയ കോമ്പിനേഷനാണ് ദാൽ കറി. അപ്പോൾ ഞാൻ അത് കുറച്ചെടുത്ത് ചൂടാക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിലൊരു മോരുകറിയോ ഒരു രസമോ മാങ്ങാക്കറിയോ അങ്ങനെ ഇഷ്ടത്തിനുള്ള എന്തെങ്കിലും ഒരു ഒഴിച്ചു കറി എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമ്മളിവിടെ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമില്ലേ? ചോറും ഒരു 3-4 കൂട്ടം കറിയുമൊക്കെ അരമണിക്കൂറിനുള്ളിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഈ തിരക്കിൽ എങ്ങനെയാണ് വീഡിയോ എടുത്തതെന്ന് ചോദിക്കരുത്. ആശാനെ സെറ്റാക്കി ഒരു സൈഡിലേക്ക് അങ്ങ് വെച്ചു, അത്ര തന്നെ. വേണ്ടാത്തതൊക്കെ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്ത് കളയാമല്ലോ. ഇപ്പോൾ നിങ്ങൾ ചോറും കറികളൊക്കെ ഒന്ന് നോക്കി. ക്വിക്ക് റെസിപ്പിയാണെന്ന് ആരും പറയില്ല. ആ നെത്തോലി ഫ്രൈ ഒക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് തൈരും അച്ചാറും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിച്ചു. ഫ്രണ്ട് ഹാപ്പി, നമ്മളെല്ലാവരും ഹാപ്പി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ക്വിക്കായിട്ടുള്ള ടിപ്സൊക്കെ ഉപയോഗിച്ച് പാചകം വളരെ എളുപ്പമാക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്